അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും. നമ്മളിന്നൊരു പുതിയ മോഡായിട്ടാണ് വന്നേണേ. മോഡിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ ഡിഫിക്കൽട്ടി സീനാണ് അത്. ഞാൻ ചെറുതായിട്ട് കളിച്ചിട്ടുള്ളൂ. അത് വർക്കാവണം നോക്കാൻ വേണ്ടി ഒന്ന് കളിച്ചു തുറന്ന്. ഇത് കണ്ടോട്ടെ, നിങ്ങൾ കണ്ടോട്ടോ. ഫസ്റ്റൊക്കെ ചെറിയ ലാഗ് ഉണ്ടാവും കേട്ടോ, അതൊന്നും മൈൻഡ് വയ്ക്കരുത്. ആ ചെറിയ ലാഗ് ഉണ്ടാവുള്ളൂ, പിന്നെ ലാഗ് ഉണ്ടാവില്ല. നിങ്ങൾ മരം മുറുക്കി വെക്കണ്ടോട്ടാ. എനിക്ക് ഫസ്റ്റ് തന്നെ ചാവണം എന്നില്ല, അങ്ങനെ കാണിച്ചു തരാം. കണ്ടോട്ടാ, ഞാൻ മരം മുറുക്കിയാണ്. മരം മുറുക്കി വെക്കണ്ടോട്ടാ. ഇതേ പോണ് സാധനങ്ങളുണ്ടോ നമ്മുടെ മേത്തോടെ നമ്മൾ ചാവും. അതാണ് വെറൈറ്റി മോഡത്. ഈ മോഡിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഡ്രാഗനെ കൊല്ലണം. എപ്പോഴും ആൾക്കാർ സാധാരണ നമുക്കൊന്ന് വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ച് വെറൈറ്റി പിടിച്ചാ. ഇത് ഭയങ്കര സീനാണ്. ഇത് കണ്ടോ, ഭയങ്കര പാട്. ഇതേ നമുക്കിതേ ഞാൻ യൂട്യൂബേഴ്സ് കളിക്കണം കേട്ടോ കളിച്ചണേ, അല്ലാണ്ട് എനിക്ക് വേറെ വലിയ അറിവൊന്നുമില്ല. ഗൈസ്, നമുക്ക് വില്ലേജ് ഇവിടെ കിട്ടിയിട്ടോ. വെറുതെ ഇല്ല, ഭയങ്കര ലാഗ് അടിച്ചപ്പോൾ എനിക്ക് വില്ലേജ് ഉണ്ടായി. ഞാൻ അറിഞ്ഞോടൊന്നും എടുത്തല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മറ്റേ ഇത് എടുത്തുതരാം. ഞാൻ ഇതിൽ ബെഡ് എടുക്കാം അല്ലേ. ഞാൻ ഈ ബെഡ് എടുക്കാം. ഫുഡ് സെറ്റപ്പ് ആയിട്ടാ, ഫുഡ് ഇഷ്ടംപോലെ കിട്ടി. നമുക്കിപ്പോൾ ഏതായാലേ സാധനം ഉണ്ടാക്കാം. ടൂൾസ് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു കുഴി ഇട്ടുകയാണെങ്കിൽ ആ കുഴി പോയി നോക്കാമായിരുന്നു. ഒരു ചെറിയ കുഴി മതിയായിരുന്നു, അതുകൊണ്ടാ. ചെറുതാ, വലുത് കിട്ടി. നൈസ്. ഇതെന്തിങ്ങനെ നമുക്കിവിടെ കുറച്ച് കബിൾസ്റ്റോൺ മുറിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാം. എങ്കിൽ പാടാതെ പറയണേ. ഇത് എനിക്ക് ആകെ നോക്കിയെന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. മോഡും കിട്ടി, പിന്നെ മോഡ് കയറ്റി കളിച്ചപ്പോൾ മരം മുറിച്ച് നോക്കി. ഞാൻ മരം മുറിച്ചപ്പോഴാണ് അറിയണത് ഗെയിം എങ്ങനെയാന്ന്. വേറെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് സ്കെൽട്ടൺ ഉണ്ട്, മിക്കവാറും സ്കെൽട്ടൺ എന്തെങ്കിലും ചെയ്യും. എങ്കിൽ ഡേഞ്ചറസ് ആയിരിക്കും. ഇമ്പോസിബിൾ മൈൻക്രാഫ്റ്റ് അല്ലേ. അതൊന്ന് ഞാൻ ചെയ്യാം. ഇവിടെ വയ്ക്കാം. ഗൈസ്, ഇതെന്ത് ഇങ്ങനെ? ഗൈസ്, ഇതെന്താണ് ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ല ഇമ്പോസിബിളാണ്, അത് തന്നെ സംഭവിച്ചിട്ട്. നമുക്കൊന്ന് കാര്യം ചെയ്യാം. ഇപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കണം. പുതിയ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് കബിൾ സ്റ്റോൺ കളക്ട് ചെയ്താലും സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി തന്നെ ചെയ്യാം. ഏതായാലും സ്റ്റോൺ കളക്ട് ചെയ്യുമ്പോൾ ഒന്ന് മറ്റുള്ളതാണ് ഭാഗ്യം. കോൾ കളക്ട് ചെയ്യുമ്പോൾ ഇത് പറ്റുമോ? ഇല്ല. കോൾ കളക്ട് ചെയ്യുമ്പോൾ മറ്റുള്ള കേട്ടോ. ഭയങ്കര പാടാന്ന് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിച്ച് നോക്കി ഭയങ്കര പാടാന്ന് പറഞ്ഞത്. നമുക്കപ്പോൾ ഞാനപ്പോൾ കയറി കളിച്ച് നോക്കി. അപ്പോൾ ഞാൻ യൂട്യൂബ് ഇട്ടിട്ട് ഇതൊക്കെ അത്രേ ഉള്ളൂ. നമുക്കൊന്ന് ബാക്കി കളിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വില്ലേജ് എന്ത് ചെയ്യും? അതുകൊണ്ട് അവിടെ ഉണ്ട്. നമുക്ക് ബെഡ് വന്നെടുക്കാം കേട്ടോ. ബെഡ് എന്നാൽ നമുക്ക് ഹോ ഉണ്ടാക്കാം അല്ലേ. യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെയാ. എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് വരിയിരിക്കണം അങ്ങനെ. നമുക്ക് ക്രാഫ്റ്റ് ടേബിളൊക്കെ വീടിനകത്ത് വെക്കാൻ പറ്റുമോ? വീട് തന്നെ തല്ലി പൊളിക്കില്ലേ? ഏതായാലും നമുക്കുണ്ടല്ലോ കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡിനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ആകെ ഒരാഴ്ച വരുമെന്ന് തോന്നുന്നു കേട്ടോ സാധനം. എത്ര ആഴ്ച വരുമെന്ന് തോന്നുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് നമുക്ക് ഈ ക്രാഫ്റ്റ് ടേബിൾ തന്നെ എല്ലായിടത്തും കൊണ്ടുപോയാൽ പോരെ. നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാം കേട്ടോ. അവിടെ പോയി സോയിഡ്. ഗൈസ്, ഇതങ്ങനെയല്ല കേട്ടാ. ഓടിക്കോ, പുറം വരണ്ട. മഞ്ഞുണ്ട്, തീർന്നു കേട്ടോ. റേഞ്ച് ഇത്രേ ഉള്ളൂ കേട്ടോ. റേഞ്ചൊക്കെ ഇത്രേ ഉള്ളൂ. നമുക്കപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചാൽ ഇത്ര ദൂരം ഓർണോ? എടാ, നമ്മൾ എന്തുണ്ടാക്കാൻ വന്നേ? സോയിഡ് ഉണ്ടാക്കി. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതങ്ങനെയല്ല കേട്ടോ, ഇടക്കിടക്ക് വരും. കുറച്ച് സീഡ് കളക്ട് ചെയ്യാം നമുക്ക്. 4-5 കളക്ട് ചെയ്തിട്ടേ നമുക്ക് അവിടെ വീടൊക്കെ സെറ്റാക്കി
എവിടെയും നമുക്ക് ജീവിക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 5 പാർട്ട് 6 പാർട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എൻഡ് ഡ്രാഗനെ കൊന്ന് തീർക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ മരം മുറിക്കാം. അയ്യോ, മരത്തിൻ്റെ കാര്യം മറന്നു കിട്ടാ. ഇപ്പം എനിക്ക് ടോറം കിട്ടിക്കൊണ്ടനെ പോണ്. ഭയങ്കര ഡേഞ്ചറസാ. എനിക്കൊന്ന് വേഗം തന്നെ പ്ലാങ്ക്സ് ഉണ്ടാക്കാം. എന്തൊച്ചി ഇതിവിടെ ഷാർക്കടാ. ലാഗ് ഷാർക്കൊക്കെ അവിടെ ഇവൻ്റെ രക്ഷപ്പെടാൻ നോക്കുക മാർഗമുണ്ട്. പോരെ, കിട്ടിയില്ലേ? നടക്കണ ഷാർക്ക്. കരയിലൊക്കെ ഷാർക്ക് ഉണ്ടാവൂ. എടാ എടാ എന്തത് ഇവിടെ ചാവും ഞാൻ. എടാ ചത്തോണ്ടനെ ഞാൻ. ആകെ കുറച്ച് ഹെൽത്തുള്ളൂ നമ്മുടെ കയ്യിൽ. വില്ലേജസ് ഒന്നും ചെയ്യും നമ്മളെ ട്രസ്റ്റ്. എന്താണത്? എടാ എന്താ അവരെ കയ്യിലെന്താടാ? എടാ എടാ അടുത്തിട്ടുണ്ടടാ. ടെററിസ്റ്റാണാ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. അതിനു അയ്യോ ഇങ്ങൊന്നേ പിന്നെ കൊല്ലാം നമുക്ക്. ആ സാധനം തരുമോ? വന്നിട്ട് തന്നില്ലടാ. എനിക്ക് ആ മാസ്ക് ആ സാധനം തരുവായിരുന്നെങ്കിൽ ഞാനും ഉണ്ടായാനിങ്ങനെ. ഞാനും വന്നേനെ അവരുടെ ഇപ്പം. ഷുഗർ കെയിൻ ഉണ്ടോ കുറച്ച് വളർത്തിയ. അയ്യോ ഇതെന്തത് ചത്ര. എടാ ഞാൻ എന്തേതേ ഷുഗർ കെയിൻ എടുക്കാൻ പാടില്ലേ? ഷുഗർ കെയിൻ എടുത്തപ്പോൾ ചത്തു വിട്ടെ ഞാൻ. ഭയങ്കര പാടാ. ഞാൻ പറഞ്ഞില്ല ഭയങ്കര പാടാന്ന്. എന്താ സംഭവിച്ചാൽ നോക്കൊന്നു നോക്കട്ടെ. ദീ 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 ബാമ്പ് നാളെ കുത്തണ്ട. അതാണ് സംഭവം. ഞാൻ കണ്ടില്ല നേരത്തെ. ഒക്കെ എന്നാലേ നമ്മുടെ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാം. ഇവിടെ എവിടെയായിരുന്നു? നമുക്ക് മുറിച്ച സാധനങ്ങൾ കിട്ടൂട്ടോ. കിട്ടാതിരിക്കില്ല. ഇത് വീണ്ടും വന്നു. വെള്ളത്തിൽ പോയ ഷാർക്ക് പോയി. എന്ത് ചെയ്യാനാ? നടക്കണ ഷാർക്ക്. അവിടെ മുറിക്കാം. നമ്മുടെ മറ്റേ ആക്സ് ഉണ്ടായില്ല. ആക്സ് എന്ത് ചെയ്യും? എടാ ആക്സ് കാണാനില്ലട്ടാ. അതുകൊണ്ട് അവിടെ കിടക്കുന്നത്. വെള്ളത്തിൽ പോയി ഷാർക്ക് അടിക്കില്ലേ? നമുക്ക് കുറച്ച് ഹീൽ ചെയ്യാം. ഒരു നല്ല വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് മരമുള്ള സ്ഥലം കണ്ടുപിടിച്ചാലേ നമുക്ക് മരമൊക്കെ കളക്ട് ചെയ്ത് ഒരു വീടുണ്ടാക്കാം. ഒറ്റ മൈൻഡ് ചാടിപ്പോയി എടുത്തിട്ട് വരിക. 1 2 3 എടുത്തെടുത്ത് ഷാർക്ക്. എടാ കടിച്ച് വന്നു. എടാ അവിടെ തന്നെ ചാടി ഞാൻ. എടാ എത്ര ഹൈറ്റിലാണ് അടിച്ചിട്ടത്? ഷീപ്പിൻ്റെ അടുത്തിട്ട് പോകാൻ പറ്റില്ല. ഷീപ്പ് നമ്മളെ അടിക്കൂട്ടാ. നമുക്ക് ഏതായാലും പോയി വേറെ ഡയറക്ഷനായിട്ട് ബെഡ് എടുക്കാം. എന്തായാലും ഇവിടെ നിന്ന് ബെഡ് എടുത്തിട്ട് നമുക്കേ ഇവിടെ നിന്ന് സ്കൂട്ടാവാം. ഇവിടെ നിന്നിട്ട് വലിയ ഉപകാരമില്ല. വില്ലേജസ് നമ്മളെ കൊല്ലാൻ തന്നെ. നമുക്ക് എന്തായാലും അവരെ കൂടെ ഒരു ഫാം ഉണ്ട്. അതേ ഇവിടെ നിന്ന് ലെതർ. ഇവിടെ എന്തത്? ഇതൊന്നും സംഭവം ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുള്ള ഒന്നും. ഇപ്പം എന്ത് ചെയ്യാനാ? അയ്യോ എടുത്ത സാധനം കണ്ട ഇതിനെടുത്തു. അയ്യോ ഇപ്പം പെട്ടേ. അവൻ്റെ ഒറ്റ അടിക്കാനുണ്ടാവുള്ളൂ ഒരിക്കും. വന്നില്ലേ? എനിക്കിനി ഉറങ്ങണി മതി. ഉറങ്ങ കിട്ടിയ ഫുൾ ആർമറായി. ഏതായാലും ലെതർ ആർമർ എന്നൊക്കെ പറഞ്ഞാൽ മോശമൊന്നുമല്ല കേട്ടോ. ഈ സിറ്റുവേഷനിൽ ലെതർ ആർമർ വലിയ കാര്യമാണ്. നമുക്കിപ്പോൾ ഏതായാലും മറ്റു സാധനം കളച്ച് ചെയ്തിട്ട് പോവാം.
വില്ലേജസൊക്കെ എന്ത് ചെയ്യും അവിടെ ഉണ്ടല്ലേ. കുറച്ച് ഹേബേൽ എടുക്കാന്ന് ഞാൻ പറഞ്ഞു തന്നത്. ഹേബേൽ എടുത്തിട്ട് പതി ഇവിടെ സ്കൂട്ടർ ദീവന്നി എഴുപേർക്ക് ഉറങ്ങൊന്നും വേണ്ട. ദീവന്നി പുറകെ വരണ്ടട്ടാ. ഓഫ് ജസ്റ്റ് മിസ്. കാണാൻ എടാ അപ്പം രാത്രി ആയ പിന്നെ മോപ്സിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഇവരെന്നെ ഇത്രയും ടഫ്. അപ്പോൾ മോപ്സിൻ്റെ കാര്യം എന്ത് ടഫായിരിക്കും. നമുക്കിപ്പോൾ ഏതായാലും രാത്രിയായി. നമുക്കിപ്പോൾ വേഗം ഉറങ്ങാം. വേഗം ഉറങ്ങാം. ഓക്കെ ഇവിടുന്ന് പതിയെ പോവാം. ഹേവേലൊക്കെ അത്ര മതി. നമുക്ക് വേഗന്നൊരു സ്ഥലം കണ്ടുപിടിച്ചാലേ. പശു ഒന്നും ചെയ്യും നമ്മളെ. എന്തത് എടാ പാല്. എടാ പാലടാ. ഇവന്മാരെന്തീ കാട്ടണേ. ദീ ചെറുക്കന്മാര്. നമുക്കെന്നറിയാം കുറച്ച് ഫോറസ്റ്റ് അടിക്കാം. ഫോറസ്റ്റിൽ നമുക്ക് വീട് വയ്ക്കാം. വില്ലേജിൽ നിന്ന് അധികം ദൂരെ പോകണ്ടെന്നാണ് ഞാൻ പറയണേ. വില്ലേജിൽ നിന്നേ ഒക്കെ ഫുഡ് കഴിക്കാം. ഇപ്പോൾ ഏതായാലും ഭാഗത്തിൽ കോഴിയൊന്നും ചെയ്യില്ല കേട്ടോ നമ്മളെ. പടക്കം പൊട്ടിക്കണം. ദൈ പുറകഞ്ഞി ദൈവം അതിൻ്റെ ഒരു വെടിക്കണ്ടാവുള്ളൂ. എടാ പുറകെ വരണ്ടാവൂ. ഇല്ല ഒന്നുമില്ല. ഇപ്പം എല്ലാവരും ഇത് നമ്മളെ കൊല്ലുക കേട്ടോ. എല്ലാവരും ഇതിക്കടെ പോയാൽ നമ്മൾ മറ്റേ ഇതാക്കും. ഷാർക്ക് വരും. നമുക്കെന്നാൽ ഒരു ബോട്ട് ഉണ്ടാക്കാം. മഴ ചെയ്തു കേട്ടോ നമ്മുടെ സെക്കൻഡ് ഡേയിൽ. എടാ ഇന്നെന്തത്. എടാ നീ ചത്ത്. എടാ എന്താ അവസ്ഥ. 2 വില്ലേജ് ഉണ്ടാ. എടാ ഇവിടെയുണ്ട് അവിടെയുണ്ട് വില്ലേജ്. 2 സ്ഥലത്ത് വില്ലേജ് ഇട്ടാ. കൊള്ളാല. നമുക്ക് ഇവിടെ പോവാനും പറ്റൂല. ഒരു ഫോറസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ അടുത്ത് നമ്മൾ നടുക്കിലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും. സാധനങ്ങളെല്ലാം വീണ്ടും പോയില്ലേ. എന്താ ചെയ്താൽ ഞാൻ ഒന്നും ചെയ്തില്ലല്ല. സാധനങ്ങളപ്പോൾ നടുക്കിലായത് നമുക്ക് എടുക്കുമ്പോൾ ഷാർക്ക് എന്നാലും വരും. ഇപ്പം നമ്മൾ ഒന്നെങ്കിൽ എടുക്കണ്ട അല്ലെങ്കിൽ വേറെ നീ രീതിയിൽ പോകണം. എല്ലാം പൊങ്ങിടക്കണ്ട. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എവിടെയാ നമ്മൾ ചത്ത എവിടെയാ. പുറകെ കോഴിന് നിൽക്കടാ. ഇതെന്ത് പുറകെ തന്നെ ചത്ത്. ഇതെവിടെ നമ്മൾ ചത്ത എവിടെയാ. ഒറ്റ വലിയ ചാടി വേന്ന് നീന്തിപ്പോയാൽ നമുക്ക് എത്തായിരിക്കും. പോയാലാ അവിടെ നിന്ന് ബെഡ് എടുക്കുക. അവിടെ വയ്ക്കുക. വീണ്ടും അവിടെ ചത്ത് നമുക്ക് വേണമെന്ന് എടുക്കല്ല. ചടുക്കൂ. എടാ ചത്ത്. ഒരു ആർട്ടൂടെ ഉള്ളു. എവിടെ ചത്ത്. ഇവിടെ എത്തിയതായിരുന്നടാ. ഞാൻ പറയണേ എൻ്റെ സാധനങ്ങളെല്ലാം പോയി ഈ അവസ്ഥയാണെങ്കിൽ. നമുക്ക് ഒരു വർഷം ശ്രമിച്ചു നോക്കാം. നമ്മൾ നിങ്ങളല്ലേ പോയേ. ഇപ്പോൾ ആകെ ഒറ്റ മാർഗമുള്ളൂ. ബോട്ടുണ്ടാക്കി നമുക്കിട്ട് പണി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റേ ബ്ലോക്ക് വെച്ച് പോയാലോ. ബ്ലോക്ക് വെച്ച് പോകണ ഉണ്ടാവില്ലല്ലോ. ബ്ലോക്ക് വെച്ച് പോവാം. അതെ വീണ്ടും കോഴി. ഇവിടെ കോഴി ചത്തിറക്കുന്നു. ഒറ്റ മിനിറ്റ് ചാടിക്കോ. നോക്കോ. ദേ ഫ്രണ്ടിൽ വന്നി. രക്ഷപ്പെട്ട്. ഞാൻ അപ്പുറത്തെത്തിയിട്ട് ഞാൻ കഷ്ടിച്ചെത്തി. നമ്മുടെ സാധനങ്ങൾ എന്ത് ചെയ്യും. നമ്മുടെ സാധനങ്ങളാണ് ഇല്ല. ഇവിടെ എത്തി ചുമ്മയായ. നമ്മളിവിടെ ചത്തേ. സാധനങ്ങൾ പോയി. എനിക്ക് അപ്പോഴേ തോന്നി സാധനങ്ങൾ പോയിന്ന്.
ഇപ്പം നമുക്ക് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആദ്യം മുതൽ വേണ്ടി ചെയ്യാം. നമുക്ക് വില്ലേജ് തിരിച്ചു പോയിട്ട് കുറച്ച് ഹേബേൽ കളക്ട് ചെയ്യാം. ഈ വർഷം നമുക്ക് വെള്ളത്തിട്ട് നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലായില്ല. വെള്ളത്തിട്ട് ഇറങ്ങണ്ട, ബോട്ടിലിരിക്കാൻ പാടില്ല, അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കാണ് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. വേഗം തന്നെ നമുക്ക് മറ്റേ വില്ലേജിൽ പോകട്ടെ. പോട്ടെ വില്ലേജിൽ പോയിട്ട് എടാ ഷീപ്പ കൂട്ടം നിൽക്കണുണ്ടോ? അതെല്ലാം ഒരുമിച്ച് കൂട്ടി തിരിച്ചാൽ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നത് എല്ലാ സാധനങ്ങളും നമ്മൾ ഉപദ്രവിക്കുന്ന. കുറച്ച് കബിൾ സ്റ്റോൺ കളക്ട് ചെയ്യണം. ഏതായാലും വില്ലേജൊന്നും നമുക്ക് യൂസ് ആവില്ല. നമുക്കെന്നാ ഇവിടെ അതേ വന്ന് എടാ ചത്ത് ഉറപ്പ് ചത്ത്. എടാ ഇവിടെ നിന്ന് എടുത്തേ. ഞാൻ ബെഡിൽ പോയി മറ്റേ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പേ, റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മറ്റേത് ബെഡ് ഞാൻ അവിടെ നിന്ന് മുറിച്ചത്. എന്താ അവസ്ഥയാന്ന് ആലോചിക്കണേ. എടാ ദേ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ. എടാ അത് ആ ട്രേഡ് എൻ്റെടാ ഇവിടെ നിന്ന് എങ്ങനെ ഷോടാനാ ട്രേഡ് ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക് ഇവരുടെ അടുത്ത്? ഒറ്റ ഓട്ടത്തിൽ ഓടിയാലോ അവിടെ നിന്ന്. എടാ ഫോൺ വയ്ക്കില്ല. അപ്പോൾ നമ്മൾ ആ മരം പോയി. ഈ മരം മുറിക്കുക കുഴപ്പമില്ലല്ലോ. ചാടിപ്പോ കുഴപ്പമില്ല. 2 സെക്കൻഡൊക്കെ വെള്ളത്തിരുന്നാൽ കുഴപ്പമില്ല. കുറേ ഇവിടെ വില്ലേജ്. ഇതെന്താ വില്ലേജിന് കൂമ്പാരം? ഇവിടെ വില്ലേജ്, അപ്പോൾ അവിടെ വില്ലേജ്. കാരണം ഈ വില്ലേജിൽ പോകണ്ട, നമുക്ക് അപ്പുറത്ത് വില്ലേജിൽ പോവാം. ഇപ്പം ഞാൻ നേരെ അങ്ങ് മുറിച്ചേനെ കേട്ടാ. ഇങ്ങനെ അങ്ങ് മുറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇനി കുഴപ്പമില്ല. അപ്പം തന്നെ മരം മുറിച്ചിട്ട് വേഗം തന്നെ നോക്കുക കേട്ടോ. ഇന്നത്തെ ചലഞ്ച് വീട് വരെ വേണ്ട. നോക്കിന്നേ മര്യാദയ്ക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയത്. എടാ ഈ അവസ്ഥയാണ് വീടുണ്ടാക്കാൻ പറ്റൂല. ഈ അടുത്തത് 2 ഒരുമിച്ച് കയറുന്നു. ഇപ്പോൾ അവിടെ പന്നിയുണ്ട്, അവിടെ നിന്നും കിട്ടും എനിക്ക്. ഇവിടെ ഒറ്റ വീടുള്ളൂ. അല്ലല്ല വില്ലേജ്. ഞാൻ ഒറ്റ വീടായിരിക്കുന്നു. ഒറ്റ വീടാണ് എനിക്ക് ആ വീട് ആക്കിയത് തീർന്നു. 3 വില്ലേജ്. ഇവിടെ പുറകെ കഴിഞ്ഞടാ. എടാ ഒന്ന് പോടാ. കൈ എവിടെയും അടിക്കുക. കൈ നോക്ക് വേഗം കയറിയേ. ഈ വീട്ടിൽ കൈ അടിക്കുക. വീടോടെ അവിടെ വീടുണ്ട്. ചത്ത്. എന്താ അവസ്ഥയാണത്? കാര്യം ചെയ്യാം, നമ്മളെന്തിനാ ഇവിടെ പോയി കഷ്ടപ്പെടണം? നോക്കേ ആ വില്ലേജറുടെ വീട് തന്നെ മുറിക്കുക. ഇവിടെ വില്ലേജിൽ ചാവണ്ടട്ടാ. ഞാൻ മറന്നു വിട്ടറാ കാര്യം. മരം ഇങ്ങനെ മുറിക്കാം. അവള് കാര്യം മറന്നുപോയി. അത് പറ്റി അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, 2 സ്റ്റിക്ക്, ഇത്ര മതി. പിന്നെ എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ ഒരു ബെഡ്, ഒറ്റ ബെഡ് മതി. ഇതെവിടെയാ? ആളുണ്ടാവും. വീട്ടിലുണ്ടോ? ഉണ്ട്. എടാ ഈ പുറകഞ്ഞു. എടാ എന്താ അവസ്ഥയാണ്? എടാ കുരിപ്പിനെ കൊണ്ട് ഇവർക്ക് നോക്ക് ബാക്ക് അടിക്കണ കേട്ടാ. ഇവർ അടിച്ചിട്ട് പുറകേട്ട് പോകണല്ലോ അവർ. ഇപ്പം ഏതായാലും ഒരു കൊല്ല, അല്ലാണ്ടെന്നാ വേറെ വഴിയില്ല. പോണ് ഒന്ന് ആടാ മോനെ. താഴെ ഇറങ്ങിയാ നിങ്ങളടിക്കും.
ഒരു രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ഇതെന്ത് മൊത്തം പാർട്ടിക്കലായിട്ട് വാങ്ങടി. എന്താണിത് മൊത്തം പാർട്ടിക്കലായിട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. അതേ പോണു ആടാൻ മോനെ. നീ ആരെ പേടിക്കണേ? ഇങ്ങുവാ. ചാവൂലേ സാധനം? ഒന്നേടാ ഒന്ന്. ഷടാ. ആ ചത്ത്. ഓടിക്കോ. വരണ്ട് വീട്ടിൽ കയറിണ്ടല്ലോ. കൈയടിച്ച്. എടാ മറ്റേ സാധനം. ഇവിടെ എന്തത്? പതിയെ നോക്കിവിടെ നോക്കേ എന്താ പറ്റി. നമ്മൾ ആ സാധനം മേടിച്ചപ്പോൾ നമ്മൾ മേൾട്ടും പോയി. നോക്കി ഇതൊക്കെ എടുക്കാം. എടാ ബെഡി ചവിട്ടിയിട്ടാണല്ലേ. ബെഡി ചവിട്ടി നമ്മൾ ചാവും. കാര്യം ചെയ്യാം. എടാ അതേ വെടി വെച്ച് എല്ലാം സൂക്ഷിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോകാം. അത്യാവശ്യത്തിന് നമുക്ക് ആ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കളാ. ഒരു ടോർച്ചും കിട്ടി. എനിക്ക് ഐഡിയ ഉണ്ടാ ഇതിങ്ങനെ വെച്ചേ. ഇതിങ്ങനെ നിൽക്കിയാൽ പോരെ. പറ്റില്ല. അതാണ് നമ്മൾ ഉറങ്ങി നിൽക്കുമ്പേ കുഴപ്പമുണ്ടാവില്ല. എന്തായാലും ബെഡ്മ നിൽക്കാൻ പാടാ നമ്മൾ. എനിക്കൊരു ഐഡിയ ഉണ്ടാ. എനിക്കൊരു ഐഡിയ കിട്ടി. ഇങ്ങനെ എടുക്കുക. മാറിക്കോ. ഭിത്തിയുടെ ഉള്ളിലേക്ക് അടിക്കൂട്ടാ. ഏതായാലും ഉറങ്ങാം. രാത്രി അതിനേക്കാളും വലിയ പണിയാണ്. ഇപ്പം തൽക്കാലത്തേക്കുണ്ടല്ലോ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാം. എത്ര പ്രാവശ്യം ചത്ത് ഞാൻ. ഒന്നാമത്തെ ഡേ തന്നെ 4-5 പ്രാവശ്യം ചത്ത്. എടുക്കാതെ സ്കെൽട്ടർ അടയ്ക്കണ്ട കേട്ടോ. കാണാതെ പോവാ. നമുക്കൊരു 5 ചേട്ടാ. പോവാം. ഇവിടെ നിന്ന് നോക്ക്. ഈ പന്നിക്കുട്ടി എന്ത് ചെയ്യണേ? എടാ ദേ എടുത്തിട്ട് പിന്നെ ദേ ചത്ര. ഇതെന്താണിത്? ചത്തോണ്ടിരിക്കണ്. ഇതിൽ ചാവില്ലാത്ര ഉണ്ടാവണം മിക്കാറും. നമുക്ക് ചെയ്യുന്ന ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് അതുമ്മ താമസം തുടങ്ങാം. ഇവിടെ ഷീപ്പ് ഉണ്ട് കേട്ടോ. മാറി കിടക്കാം. എന്ത് ചത്ത എവിടെയാൻ? പന്നീനെ കൊണ്ട് എനിക്ക് മനസ്സിലായി. ചാടി. എടാ പന്നിക്കുട്ടിയില്ലേ നിലത്ത് ചെത്തുമ്പോഴത്തേക്കും നമുക്ക് മേളിട്ട് കളയാൻ വലിയ പറ്റുമോ? ഒരു മിത്താണ്. ട്രൈ ചെയ്യുക. നീ ചാട്. ഇല്ലൊന്നും പറ്റില്ലടാ. അതാണ് അടുത്ത് നിന്നിട്ടാണോ? ഇല്ല പെർഫെക്റ്റ് ആവാത്തോണ്ടാണോന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നണ അതിൻ്റെ അടുത്ത് വരുന്നൊന്നും പറ്റില്ല എന്നാട്ടാ. നമുക്ക് ഏതായാലും വേഗം ഷെൽട്ടർ ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്യാം. ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് ബാക്കിയെല്ലാം ചെയ്യാൻ സിമ്പിളായിരിക്കും. നമ്മൾ അതാണ് ചെയ്യേണ്ട ഫസ്റ്റ്. വില്ലേജിൽ നിൽക്കാനാണെങ്കിൽ വില്ലേജിൽ എല്ലാ സംഘങ്ങളും നമ്മുടെ മെത്തേഡ് കയറും. അതിനേക്കാളും നല്ലതേ നമുക്ക് വേറെ സ്ഥലത്ത് മാറി ജീവിക്കണേ നല്ലത്. പാർക്കോർ. വെള്ളം. വെള്ളത്തിൽ ചാടാൻ പാടില്ല. ഒന്നും പറ്റില്ല. നമുക്കെന്നാ വേന്നേ ഒരു കുന്ന് പോലത്തെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അതേ ഇവിടെ കുന്നുണ്ട്. നമുക്ക് അവിടെയായിട്ട് ഒളിഞ്ഞ് താമസിക്കാം. വില്ലേജറിൻ്റെ അടുത്തിട്ട് പോയാൽ അവർ നമ്മൾ പിടിക്കും. അപ്പം അതിനേക്കാളും നല്ലത് നമുക്ക് കുറച്ച് സ്റ്റോൺ ടൂൾസായിട്ട് ജീവിക്കണ നല്ലത്. ഇവിടെ വേണ്ട. ഈ കൗവൊക്കെ ഉള്ളിടത്ത് ജീവിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അവിടെ മൊത്തം കൗവായുണ്ട്. എടാ ഒന്ന് പോടാ. ഗൈസ് ഇന്നത്തേക്ക് ഇത്ര മതി. അടുത്ത എപ്പിസോഡ് ബാക്കിയത്തെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.